ഇന്നത്തെ റെസിപ്പി തമ്പുളി. വയറിന് വളരെ സൂത്തിങ് ആയിട്ടുള്ളതും ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് കറികളാണ് ഇത്. ഡയബറ്റിക് ഫ്രണ്ട്ലി കൂടെ ആയിട്ടുള്ള ഈ സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ഡിഷ് കർണാടകയിലാണ് മെയിനായിട്ട് പ്രചാരത്തിലുള്ളത്. പക്ഷെ കേരളത്തിന്റെ ചില ഭാഗങ്ങളിലേക്കും ഇത് ഉണ്ടാക്കാറുണ്ട്. കന്നഡയില് തമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ്, കൂൾ എന്നുള്ള അർത്ഥം വരും. അതിൽ നിന്നാണ് തമ്പുളി എന്നുള്ള പേര് വന്നത്. തൈര് ബേസ്ഡ് ആയിട്ടുള്ള ഈ രണ്ട് കറികളും ചോറിന്റെ കൂടെയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യത്തേത് കക്കിരിക്ക കൊണ്ടുള്ള തമ്പുളി, രണ്ടാമത്തേത് ഉലുവ കൊണ്ടുള്ള തമ്പുളി. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യം ക്യൂക്കമ്പർ തമ്പുളി, കക്കിരിക്ക തമ്പുളിക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു കക്കിരിക്കയാണ്. അത് ഞാൻ ഉപ്പ് വെച്ചിട്ട്, പൊടിയുപ്പ് വെച്ചിട്ട് അതിന്റെ തോലൊക്കെ നന്നായി റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് തോലോട് കൂടി തന്നെ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇതേപോലെ എന്തായാലും നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇതിന്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. അരയ്ക്കുമ്പോൾ തേങ്ങയിൽ നിന്ന് ഇറങ്ങുന്ന പാല് വയറിന് വളരെ നല്ലതാണ്. ഒരു ചെറിയ പിടി മല്ലിയില തണ്ടോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 സെന്റിമീറ്റർ നീളം, അത്ര മതി. ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി നമ്മൾ ഇതാണ് ചേർക്കുന്നത്. ഓവർ എരിവുള്ള ഒരു കറിയല്ല കേട്ടോ ഇത്. ഒരു ടേസ്റ്റിന് വേണ്ടി 5-8 മണി മുഴുവൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ വീട്ടിലെ അളവിനനുസരിച്ച് കേട്ടോ. ഇനി ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കൺസിസ്റ്റൻസി വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരോ അല്ലെങ്കിൽ മോരോ ആണ്. ഒരു 300 ml വേണം നമുക്ക്. ഇനി നിങ്ങളുടെ കയ്യിൽ കട്ട തൈരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരളവ് തൈരിന് അത്ര തന്നെ അളവ് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 300 ml ആണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. മോര് ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു താളിപ്പിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഒരു താളിക്കാൻ പറ്റുന്ന ഒരു പാത്രം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലോ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക്, ഉലുവ, കടുക് ഒരു ടീസ്പൂൺ, ഉലുവ ഒരു 1/4 ടീസ്പൂൺ അത്രയും ചേർത്ത് അത് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് താളിപ്പ് തയ്യാറാക്കാം. എന്നിട്ട് അത് നേരെ നമ്മുടെ കറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. താളിപ്പ് അല്ലെങ്കിൽ വറവ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്യാം. ഇനി അല്ല നിങ്ങൾ അടച്ചു വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ക്യൂക്കമ്പർ തമ്പുളി അഥവാ കക്കിരിക്ക തമ്പുളി ഇവിടെ റെഡിയാണ്. ചൂട് ചോറിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കാം കേട്ടോ. അടുത്തത് മെന്ത്യ തമ്പുളി, അതായത് ഉലുവ കൊണ്ടുള്ള തമ്പുളി. അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഇനി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉലുവയും കൂടെ തന്നെ ഒരു 4-5 വറ്റൽമുളകും ചുമന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഉലുവ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ അത് നമുക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. വളരെ പെട്ടെന്ന് തന്നെ ആവും. 1 മിനിറ്റിൽ താഴെ അതിന്റെ സമയം ആവശ്യമുള്ളൂ. വളരെയധികം എരിവ് എടുത്തു നിൽക്കുന്ന ഒരു കറിയല്ല തമ്പുളി. എന്നാലും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർക്കാം കേട്ടോ. ഇപ്പൊ ഏകദേശം ഉലുവ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ഇത് കൂൾ ഡൗൺ ആവണം. ഒരു വാം സ്റ്റേജ് എത്തുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. വാം സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഉലുവയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 1/2 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതും മിക്സർ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ, ഒരു 2 സെന്റിമീറ്റർ നീളം, ഒരു സെന്റിമീറ്റർ കനമുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 മണി കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നിങ്ങളുടെ രുചിക്കനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഒരു നിറത്തിന് വേണ്ടി കാശ്മീരി ചില്ലി പൊടിയോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് വരുന്ന പിരിയൻ മുളകിന്റെ പൊടിയോ നമുക്ക് ചേർക്കാം. പാകത്തിന് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതുപോലെ മയത്തിൽ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടി ഒന്ന് കഴുകിയെടുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ 300 മില്ലി തൈരോ മോരോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. കട്ട തൈരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അളവിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് അടിച്ചെടുത്തിട്ട് അതിലൊരു 300 മില്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ഒരു താളിപ്പ് അഥവാ വറവൽ. അതിന് ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇതിൽ. പാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് 2 മുതൽ 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഇവിടെ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. കടുകും ജീരകവും പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 3-4 വറ്റൽമുളകും 1-2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് താളിപ്പ് തയ്യാറാക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കഴിഞ്ഞാൽ തീ ഓഫാക്കാം കേട്ടോ നമുക്ക്. എന്നിട്ട് ഒരു 5-8 സെക്കൻഡ് നേരം 1 സ്പൂൺ കൊണ്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താളിപ്പ് റെഡിയാവും. അത് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉലുവ കൊണ്ടുള്ള തമ്പുളി ഇവിടെ റെഡിയാണ്. ഉലുവ കൊണ്ടുള്ളതായതുകൊണ്ട് ഒരു ചെറിയ കയ്പതിനുണ്ടാവും കേട്ടോ. അത് പക്ഷെ ശരീരത്തിന് നല്ലതാണ്. നല്ല ചൂട് ചോറിലേക്ക് ഒഴിച്ച് നമുക്ക് രസമൊക്കെ കൂട്ടില്ലേ, അതുപോലെ കഴിക്കാം അത്. അപ്പം എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് രണ്ടും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് തരൂ, കമൻറ്റിലിട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.